ജീവിതത്തിന്റെ ദുരിതപഥങ്ങൾ താണ്ടി കടന്നുപോയ ഒരു ബാല്യം, ഇല്ലായ്മകളുടേത് മാത്രമായ ജീവിതം, വിശപ്പിന്റെയും നേരാമണ്ണം വിദ്യാഭ്യാസം നിർവഹിക്കാൻ കഴിയാതെ പോകുന്നതിന്റെയും ക്ലേശപൂർണമായ അവസ്ഥ. പ്രതികൂലമായ ഇത്തരം ജീവിതാനുഭവങ്ങളുടെ പരിധിക്കൊണ്ടും വേദനകൾ കുഴിവെട്ടി മൂടേണ്ടവയാണെന്നും വ്യക്തി ശക്തിയിലേക്ക് കുതിക്കേണ്ടവനാണെന്നുമുള്ള തിരിച്ചറിവുകളുടെയുമാണ് ഈ ചെറുപ്പക്കാരൻ തീക്ഷ്ണമായ ജീവിതപാതയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. കൊയിലാണ്ടി താലൂക്കിൽ അരിക്കുളത്ത് 1951 ജൂൺ 15 വട്ടക്കണ്ടി കുട്ടികൃഷ്ണന്റെയും കല്യാണിയുടെയും 8 മക്കളിൽ 7ാമനായിട്ടായിരുന്നു സുകുമാരന്റെ ജനനം. അച്ഛന്റെയും സഹോദരങ്ങളുടെയും അകാലത്തിലുള്ള മരണം അക്ഷരാർത്ഥത്തിൽ ഈ കുട്ടിയെ അനാഥനാക്കി. ദാരിദ്ര്യം അതിന്റെ പരകോടിയിലെത്തിയപ്പോൾ ഒടുക്കം ജനിച്ച നാട് ഇട്ടെറിഞ്ഞ് അമ്മയുടെ വിരക്തുമ്പ് പിടിച്ച് ഏക സഹോദരിക്കൊപ്പം അമ്മയുടെ നാടായ മണവയലിലേക്ക്. 1960, 61 എന്ന് പറഞ്ഞ കാലങ്ങളിൽ വളരെയധികം വിഷമമുള്ളതായ, ദാരിദ്ര്യമുള്ളതായ ഒരു കാലമായിരുന്നു. വസ്ത്രങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങാനോ, അന്ന് പുസ്തകം എന്ന് പറഞ്ഞാൽ 2 3 പുസ്തകം ഉണ്ടാവും. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും എല്ലാ ക്ലാസ്സുകളിലും പുസ്തകങ്ങളെല്ലാം വളരെ കുറവാണ്. പിന്നെ ഈ അമ്മാവനാണ് പഠിപ്പിച്ചതും. അമ്മാവൻ ആശാരിപ്പണി ചെയ്ത് അങ്ങനെയാണ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ച് വളർന്നത്. ഉറുപ്പിക കണക്കിൽ പറയുമ്പോൾ വലിയ തോതിൽ പറയും. ഇപ്പൊ 2 അണയൊക്കെ കൂലി ആശാരിക്കെന്ന് പറഞ്ഞാൽ ആ കാശ് കൊണ്ടാണ് അവരെ കുടുംബമൊക്കെ കഴിഞ്ഞു കൂടിയിരുന്നത്. മാധവന്റെ ഏട്ടനോട് കൃഷ്ണകുട്ടി അവരാണ് പണിക്ക് പോയി ഇപ്പൊ കാശുണ്ടാക്കുന്നത്. അതായിരുന്നു അന്നത്തെ സാമ്പത്തിക സ്ഥിതി. സാമ്പത്തികമായിട്ട് ആർക്കും ഒന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയായിരുന്നതുകൊണ്ട് വരുമാനം വളരെ തുച്ഛമാണ്. അപ്പോൾ ഒരു വീട്ടിൽ 8 10 കുട്ടികളുണ്ടാവും. അവരുടെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിക്കൊന്നും മാതാപിതാക്കന്മാർക്ക് ശ്രദ്ധിക്കാനായിരുന്നില്ല. കുട്ടികളങ്ങനെ സ്വതവേ വളർന്നു വന്നു. ഉച്ചഭക്ഷണം പോലും കഴിക്കാനുള്ള വക അവർ കണ്ടെത്തേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്നില്ല. കൊയിലാണ്ടിക്കടുത്തുള്ള അരിക്കുളം പഞ്ചായത്തിലാണ് എന്റെ സ്വദേശം. അരിക്കുളത്തും നമ്പർത്ത് വരെയായിട്ടാണ് തറവാട്. അതുകൊണ്ട് തന്നെ LP ക്ലാസ്സുകളിലെ വിദ്യാഭ്യാസം അരിക്കുളം LP സ്കൂളിലും നമ്പർത്ത് വരെ UP സ്കൂളിലായിട്ടാണ് നടക്കുന്നത്. അച്ഛന്റെ മരണശേഷം ഞങ്ങൾ ഇങ്ങോട്ട് മാറുകയുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയുള്ള കുടുംബമായിരുന്നു. അച്ഛന്റെ കേസ് നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടത്. പേരാമ്പ്ര അമ്മാവന്റെ കൂടെയാണ് താമസിച്ചത്. LPയിലെ വിദ്യാഭ്യാസം കഴിഞ്ഞാണ് LPയിൽ എന്റെ അധ്യാപകരായിട്ട് പ്രധാനമായിട്ട് എനിക്ക് എടുത്ത് ഓർമ്മിക്കാറുള്ളത് ശങ്കര മാഷും അതുപോലെ തന്നെ ചന്ദ്രകുട്ടി മാഷും. 1961 ഈ VK സുകുമാരൻ എന്ന് പറഞ്ഞ കുട്ടി എന്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സാധാരണ മറ്റുള്ള കുട്ടികളെക്കാളും ഒരു കൂടുതലായിട്ട് ചിത്രം വരയ്ക്കാനുള്ളതായ കഴിവ് ഈ VK സുകുമാരൻ എന്ന് പറഞ്ഞ കുട്ടിക്കുണ്ട്. അത് ബോർഡിൽ ഞാൻ വരച്ചു കൊടുക്കും. അത് ഞാൻ വരയ്ക്കുമ്പോഴേക്കും ഇയാള് വരയ്ക്കും, നന്നായിട്ട് വരയ്ക്കും. മറ്റുള്ള കുട്ടികൾ വരയ്ക്കുന്നവർ നന്നായിട്ട് വരയ്ക്കും. LP സ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം പേരാമ്പ്ര ഹൈസ്കൂളിൽ 6ാം തരത്തിൽ ഞാൻ ചേരുകയാണ്. 6ാം തരം A. റോസൽ ടീച്ചറാണ് ആദ്യത്തെ എന്റെ ക്ലാസ് അധ്യാപിക. പല കുട്ടികളെയും നമ്മൾ ഓർത്തൊന്നും വരില്ല, പക്ഷെ സുകുമാരനെ ഓർക്കാൻ ക്ലാസ്സിൽ ഞാൻ സോഷ്യൽ സ്റ്റഡീസാണ് എടുത്തിരുന്നത്. അപ്പോൾ മാപ്പുകളൊക്കെ വരയ്ക്കുമ്പോൾ സുകുമാരൻ നന്നായി വരയ്ക്കും, അത് ചായം കൊടുക്കും. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെ അതിനെ സഹായിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടായിരിക്കണം സുകുമാരന് എന്റെ മനസ്സിൽ ഇത്രയും സ്ഥാനം കിട്ടിയത്. 10ാം തരത്തിൽ എത്തിയ സമയത്ത് എന്റെ അധ്യാപകൻ, ക്ലാസ് അധ്യാപകൻ സക്രിയാസ് മാഷ്. ഡ്രോയിങ് മാഷ് തന്നെ പറയായിരുന്നു, നല്ലതുപോലെ ചിത്രം വരയ്ക്കും, അടുത്തൊരു ഡ്രോയിങ് മാഷാകാൻ സാധിക്കും. ഞാൻ അന്ന് പഠിപ്പിച്ചിരുന്ന കേളപ്പൻ മാഷ് പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ചെറുപ്പം മുതൽ തന്നെ ചിത്രത്തിലൊരു അഭിരുചിയുണ്ട്, ചിത്രം വരയ്ക്കുന്ന ഒരു താല്പര്യം, അഭിരുചിയുണ്ട്. അത് മൂപ്പര് SLC പാസ്സായതിന് ശേഷം കൂടുതൽ നന്നാക്കി പുലർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. 67 SLC പാസ്സായി. അപ്പൊ അതോടൊപ്പം തന്നെ